നിങ്ങൾ ഒരു കാലത്ത് സാത്താന്റെ അടിമത്തത്തിലായിരുന്നു, നിങ്ങൾ ഒരു കാലത്ത് പിശാചിന്റെ പിടിയിലായിരുന്നു. പക്ഷേ ക്രിസ്തു തന്റെ രക്തത്താൽ നിങ്ങളെ വീണ്ടെടുത്തതുപോലെ തന്നെ അപ്പോസ്തലന്മാരെ ആമേൻ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ച്, നിങ്ങളുടെ നാട്ടിലേക്ക് അയച്ച്, ദേശത്തിലേക്ക് അയച്ച്, ഭവനത്തിലേക്ക് അയച്ച്, അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ അടുക്കലേക്ക് അയച്ച് നിങ്ങളെ സ്വതന്ത്രമാക്കിയത് ആമേൻ ഇന്നൊരു പുറപ്പാടിന്റെ ഭാഗമാണ്. വിശുദ്ധ പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം, ഗോതമ്പ് കൊയ്ത്തിലെ ആദ്യ ഫലോത്സവമായ വാരോത്സവം ആണ്ടറുതിയിൽ കായ്കനി പെരുന്നാളും നീ ആചരിക്കണം. ഒരു വാക്യം കൂടെ, പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. പുറപ്പാട് 23:16, വയലിൽ വിതച്ച വിതയുടെ ആദ്യ ഫലമെടുക്കുന്ന കൊയ്ത്ത് പെരുന്നാളും ആണ്ടറുതിയിൽ വയലിൽ നിന്ന് നിന്റെ വേലയുടെ ഫലം കൂട്ടിത്തീരുമ്പോൾ കായ്കനി പെരുന്നാളും ആചരിക്കണം. ലേവ്യാപുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ, 7-ാമത്തെ ശബത്തിൻ്റെ പിറ്റേ നാൾ വരെ 50 ദിവസം എണ്ണി യഹോവയ്ക്ക് പുതിയ ധാന്യം കൊണ്ട് ഒരു ഭോജനയാഗം അർപ്പിക്കണം. ഇങ്ങനെ ഒത്തിരി വാക്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയപ്പെടും. ഇവിടെ എന്തായിരുന്നു? ഒരു കാലഘട്ടത്തിൽ ദൈവജനത്തിന് പ്രമാണം ഇല്ലായിരുന്നു, നിയമം ഇല്ലായിരുന്നു, ഭരണ സംവിധാനങ്ങൾ ഇല്ലായിരുന്നു. ദൈവം ഇസ്രായേൽ ജനങ്ങൾ, ഇസ്രായേൽ എന്ന് ആവർത്തിച്ച് പറയുന്നത് ഒരുപക്ഷെ പുതിയ ആൾക്കാർക്ക് മനസ്സിലാകത്തേ ഇല്ല. അടിമ വീടായ മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനങ്ങളെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന പുസ്തകത്തിൻ്റെ പേരാണ് പുറപ്പാട്. പുറപ്പാടെന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ ഒരു യാത്രയെ കുറിക്കുകയാണ്, ഒരു പുറപ്പെടലിനെ കുറിക്കുകയാണ്. ഇവർ 400 സംവത്സരം ഫറവോൻ്റെ അടിമത്തത്തിൽ ആയിരുന്നു. അബ്രഹാം വിശ്വാസികളുടെ പിതാവായിരിക്കുന്നുവെങ്കിലും അവൻ കൃത്യമായിട്ട് ദശാംശം കൊടുക്കുന്ന വ്യക്തിയാണെങ്കിലും പൊളിഞ്ഞു കിടന്ന യാഗപീഠങ്ങളെ എല്ലാം മെയിൻ്റനൻസ് ചെയ്ത് അവിടെ നന്നായിട്ട് ആരാധിക്കുകയും ഒക്കെ ചെയ്തു. എങ്കിലും തൻ്റെ സഹോദരപുത്രനായിരിക്കുന്ന ലോത്തിനെ സാമ്പത്തികമായി സഹായിക്കുകയും ഒക്കെ ചെയ്തുവെങ്കിലും, ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ഒക്കെ ചെയ്തുവെങ്കിലും, എവിടെയോ ഒരു യാഗം കഴിക്കുന്ന സമയത്തിൽ, ഒരു ആരാധന കഴിക്കുന്ന സമയത്തിൽ ചെറിയൊരു അശ്രദ്ധ വന്നു. സ്തോത്രം, ദൈവത്തെയല്ലേ ആരാധിക്കുന്നത്, അങ്ങനെ ഇച്ചിരി കൈയടിക്കണമെന്നൊന്നുമില്ല എന്ന് ഈ പുതിയ നിയമത്തിലെ ആൾക്കാർ ചിലരൊക്കെ ചിന്തിക്കുന്നത് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആരാധനയിൽ ഒരു കുരുകിലിനെ കൊണ്ടുവന്ന് യാഗം കഴിച്ച സമയത്തിലേക്ക് ബൈബിൾ വ്യവസ്ഥയനുസരിച്ച് അതിൻ്റെ വേസ്റ്റ് മുഴുവൻ എടുത്ത് കളഞ്ഞതിന് ശേഷം ദൈവസന്നിധിയിലേക്ക് ആ യാഗവസ്തുവിനെ കൊണ്ടുവയ്ക്കുന്ന സമയത്തിൽ സ്വർഗം തുറന്നിട്ട് അവിടുന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം അഗ്നി ഇറങ്ങി വന്ന് അതിനെ ദഹിപ്പിക്കുന്ന സമയത്തിലൊരു വാസനയുണ്ടാകും. നിങ്ങൾ ചിലരോട് ചിലത് വിളിച്ചു പറയപ്പെടുമ്പോൾ ഇവിടെ ചില വ്യക്തികൾ ദഹിക്കുന്നത് പോലെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ചൂടടിച്ച് ചിലർ ദഹിക്കുന്നത് പോലെ തന്നെ അവിടെ ആ യാഗവസ്തു ദഹിച്ചമരുന്ന സമയത്തിലൊരു വാസനയുണ്ടാകപ്പെടാം. അന്ന് അവൻ യാഗം കഴിക്കുവാൻ വേണ്ടിയിട്ട് യാഗവസ്തുവിനെ കൊണ്ട് സമർപ്പിച്ച സമയത്തിലേക്ക് ദൈവത്തിൻ്റെതായുള്ള സാന്നിധ്യം അഥവാ തേജസ്, മഹിമ ഇറങ്ങുന്നതിന് പകരമായിട്ട് അവിടെ റാഞ്ചൽ പക്ഷികൾ ഇറങ്ങി. സ്തോത്രം. എന്തായിരുന്നു സംഭവം? ഞാൻ വലിയ ആടുമാടുകളെ യാഗം കഴിക്കുന്ന സമയത്ത് നല്ലതായിട്ട് ഞാൻ ചെയ്യും, നന്നായിട്ട് ഞാൻ ചെയ്തു. പക്ഷേ ഇത് കുരുകിലല്ലേ, ഇതൊരു ചെറിയ സാധനമാണല്ലോ, അതുകൊണ്ട് അതിനെ നാം വലിയ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യകതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആത്മീക ജീവിതത്തിലേക്ക് സ്തോത്രം ചിലതിനെ നിസ്സാരവൽക്കരിച്ചു. ചില കാര്യങ്ങൾ അതിൽ ചെയ്താൽ കുഴപ്പമെന്താ, അതിപ്പോൾ ചെയ്താൽ കുഴപ്പമെന്താ ചിലർ പറയത്തില്ലേ? അങ്ങനെ ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ? കർത്താവ് സുവിശേഷത്തിൽ തൻ്റേതായിട്ടുള്ള പരശുശ്രൂഷകൾ കാര്യാദികളെല്ലാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് തൻ്റെ ശിഷ്യന്മാരെ അത് പഠിപ്പിച്ചു. അവരതുപോലെ തന്നെ നോക്കി അത് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം സ്തോത്രം അപ്പോസ്തലന്മാരിലേക്ക് അത് കൈമാറ്റം ചെയ്തു. ദൈവിക രോഗശാന്തി, സുവിശേഷീകരണം, അതോടനുബന്ധിച്ച് മറ്റ് എല്ലാ ദൈവിക പ്രവർത്തനങ്ങളും അവരിലേക്ക് ഏൽപ്പിച്ചു. അപ്പോസ്തലന്മാർ അത് ഭംഗിയായി സ്വന്തമായിട്ട് അത് ചെയ്തു. പക്ഷേ അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ തീർന്നിട്ടില്ല. അത് ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അന്ന് 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തിട്ട് അവരെ ഏൽപ്പിച്ചുവെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം പൗലൂസ് ഉൾപ്പെടപ്പെടുന്ന, തിമോത്തിയോസ് ഉൾപ്പെടപ്പെടുന്ന സ്വന്തം അടുത്തൊരു ജനറേഷനെ തിരഞ്ഞെടുത്തുവെങ്കിലും അവിടെ കൊണ്ട് തീർന്നില്ല. അത് കഴിഞ്ഞിട്ട് ദൈവം അടുത്ത ജനറേഷനെ തിരഞ്ഞെടുത്തു, അതിൻ്റെ അടുത്ത ജനറേഷൻ തിരഞ്ഞെടുത്തു, അടുത്ത ജനറേഷൻ.
ഇങ്ങനെ ജനറേഷൻ മാറി മാറി വന്നു. ഇന്നും അപ്പോസ്തലന്മാർ ഒത്തിരി വ്യക്തി ജീവിതങ്ങളുണ്ട്. ദൈവം അവരിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്ന് ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചതെല്ലാം എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഈ കാലഘട്ടത്തിൽ അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ തീർന്നിട്ടില്ല. അത് ബൈബിളിനകത്ത് എഴുതിയിട്ടില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരിലൂടെ ഡയറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ചില സഭകൾക്ക് ചില വ്യത്യസ്തത. ശരി, അതിൻ്റെ പോയിന്റ് ഇതാണ്. ഷാലോം ചർച്ചിന് എന്താണ് വ്യത്യസ്തത? എനിക്കതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, സ്വത്രം അപ്പോസ്തലന്മാരെ ദൈവം തിരഞ്ഞെടുത്തിട്ട് ആ വിധത്തിലേക്ക് ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ പള്ളി ആരാധിക്കും പോലെ ആകണമെന്നില്ല ഈ പള്ളി ആരാധിക്കേണ്ടത്. ഈ പള്ളി ആരാധിക്കും പോലെയല്ല ആ പള്ളി. പരിശുദ്ധാത്മാവ് ഓരോ പ്രദേശത്തിൻ്റെ ആവശ്യമനുസരിച്ച്, ഓരോ ലെവലിൻ്റെ രീതി അനുസരിച്ച് ഇന്നും ദൈവം തൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കപ്പെടുന്നു. പഴയ നിയമത്തിലുണ്ടായിരുന്ന പോലെ അല്ല പുതിയ നിയമത്തിലേക്ക് വന്നത്. കാലങ്ങൾ വർണ്ണനുസരിച്ച് പരിശുദ്ധാത്മാവ് പ്രവർത്തനങ്ങൾ മാറ്റി 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 വന്നുവെങ്കിലും ബൈബിൾ എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് തനിക്ക് ഇഷ്ടമുള്ള വിധത്തിൽ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കപ്പെടുമോ? എല്ലാ ആരാധനകളും ഒരുപോലെ ആകണമെന്നില്ല, എല്ലാ കൂട്ടായ്മകളും ഒരുപോലെ ആകണമെന്നില്ല. അത് ദൈവം തൻ്റെ ഇഷ്ടമനുസരിച്ച് അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഈ കാലഘട്ടത്തിലേക്കും ദൈവത്തിൻ്റെതായിട്ടുള്ള ആത്മാവ് പറയുന്നതനുസരിച്ച്, പഠിപ്പിക്കുന്നതനുസരിച്ച്, അതനുസരിച്ച് തന്നെ ജ്ഞാനത്തോടും പരിജ്ഞാനത്തോടും കൂടി സ്തോത്രം ഈ കാര്യത്തിൽ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ ധൈര്യത്തോടു കൂടി ചെയ്യണം. സ്തോത്രം. സംശയങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് പറയാൻ കഴിയാത്തത് എന്നോട് വിളിച്ചു പറയുക. ഞാൻ നിങ്ങൾക്ക് അതിന് എന്നെ കൊണ്ട് അറിയാവുന്നത് പറഞ്ഞു തരാമെന്നുള്ളത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ ഉണർവിന് വേണ്ടി സഭകളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്, കൂട്ടായ്മകളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്, വ്യക്തികളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ കർത്താവിനോട് നമുക്ക് ചോദ്യം ചെയ്യുവാനായിട്ട് കഴിയപ്പെടത്തേയില്ല. ബൈബിൾ അടിസ്ഥാനത്തിൽ അവൻ ഇന്നും മഹാ അത്ഭുതങ്ങളെ ചെയ്തുകൊണ്ടിരിക്കും, മഹാ അതിശയങ്ങളെ ചെയ്തുകൊണ്ടിരിക്കപ്പെടും എന്നുള്ളത്. ഇവിടെ ഒരു അങ്ങനെയുള്ള സിറ്റുവേഷൻ ചിലപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ? പ്രാർത്ഥിച്ച് വെള്ളം കുടിച്ചാലേ സുഖം കിട്ടുള്ളൂ, അങ്ങനെ വേണമെങ്കിൽ ഒരാൾക്ക് ചോദിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഉപവസിച്ചാലേ സൗഖ്യം കിട്ടുള്ളൂ, അങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. മുട്ടുകുത്തി പ്രാർത്ഥിച്ചാലേ ദൈവം കേൾക്കത്തുള്ളൂ, അങ്ങനെ വേണമെങ്കിലും ദൈവത്തിൽ ചോദിക്കാം. ഇങ്ങനെ ക്രിട്ടിസൈസിങ് സ്വാഭാവികമായിട്ട് വരും. അതിനകത്ത് ചിലത് അതിലൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അബ്രഹാം ഒരു യാഗം കഴിച്ചപ്പോൾ ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. ഞാനതിങ്ങനെ ദൈവം വലിയൊരു ക്രൂരനാണെന്നുള്ള രീതിയിലല്ല ഞാനിവിടെ പഠിപ്പിച്ചു വരപ്പെടുന്നത്. ചിലത് നമ്മൾ നിസ്സാരമെന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ വളരെ വലുതായിരിക്കപ്പെടാം. ആകയാലൊട്ട് ചിലത് നിസ്സാരവൽക്കരിക്കരുത്. ദൈവസന്നിധിയിൽ ചിലത് സീരിയസ് ആയിട്ട് എടുക്കണം. അവനെ ആരാധിക്കപ്പെടുമ്പോൾ, അവനെ സ്തുതിക്കുമ്പോൾ, അവനോടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, അവനോടുള്ള ഉപവാസത്തിലും പ്രാർത്ഥനകളിലും ഒക്കെ ആയിരിക്കപ്പെടുമ്പോൾ നമ്മൾ നിസ്സാരമായിട്ട് എടുക്കരുത്. നിങ്ങൾ പലപ്പോഴും നേർച്ചകൾ നേരാറുണ്ട്. സ്വത്രം. ആകയാൽ അത് നിസ്സാരമായിട്ട് എടുക്കരുത്. ദൈവസന്നിധിയിൽ പറയുന്നത് കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മൾ എല്ലാവരും മറന്നുപോയാലും ദൈവം അത് മറക്കാറില്ല. അബ്രഹാമിന് കാര്യം പിടികിട്ടി. ഞാൻ വലിയ സംഭവങ്ങളൊക്കെ ചെയ്തു, പക്ഷേ ചെറിയ കാര്യത്തിൽ ഞാൻ അശ്രദ്ധയുള്ളവനായി. റാഞ്ചൽ പക്ഷി അന്ന് അവൻ്റെ മേലൊരു ശാപം കടന്നു വന്നു. 400 സംവത്സരം നിന്റെ തലമുറ ഫറവോന് അടിമകളായി ജീവിക്കേണ്ടതായിട്ട് കടന്നു വരപ്പെടും. അതെവിടെ നിന്ന് കടന്നു വന്നു? ഒരു ശാപത്തിലൂടെ കടന്നു വന്നതാണ്. ബൈബിൾ ശാപത്തെക്കുറിച്ചും അനുഗ്രഹത്തെക്കുറിച്ചും വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. അങ്ങനെ കടന്നു വന്ന അനുഭവത്തിൽ സ്തോത്രം യോസേഫിൻ്റെ കാലഘട്ടത്തിൽ, അതിന് തൊട്ടു മുമ്പ് യാക്കോബിൻ്റെ കാലഘട്ടത്തിലേക്ക് നോക്കുന്ന സമയത്ത് യോസേഫ് ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിട്ട് തീരുവാൻ മിസ്രൈമിലേക്ക് ദൈവം അയച്ച കാലഘട്ടത്തിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇസ്രായേൽ അഥവാ യാക്കോബും വംശപാരമ്പര്യവും ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മിസ്രൈമിലേക്ക് കുടിയേറി പാർക്കേണ്ടതായിട്ട് വന്നു. പിന്നെ അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരാൻ കഴിഞ്ഞില്ല. അവരവിടുത്തെ അടിമകളായി തീർന്നു. അടുത്ത ജനറേഷൻ 400 വർഷക്കാലം അവിടെ അടിമത്വത്തിൽ വീണു. പക്ഷെ ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. ഞാനാകുന്നു എൻ്റെ ജനത്തെ ആരാധിക്കുവാൻ ഞാൻ തിരിച്ച് മിസ്രൈമിൽ നിന്ന് ഇസ്രായേലിലേക്ക് അവരെ പാലും തേനും ഒഴുകുന്ന നാട്ടിലേക്ക് കൊണ്ടുവരുമെന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം ഉണ്ടായിരുന്ന പ്രകാരം മോശ എന്ന് പറയുന്ന ഭക്തനെ ദൈവം വിളിച്ചു വേർതിരിക്കപ്പെടുന്നു. മോശയെക്കുറിച്ച് മനസ്സിലാക്കുന്ന സമയത്തിൽ ഒരു സ്തോത്രം അവൻ്റെ ജനനം തന്നെ വളരെ വ്യത്യസ്തമായിരിക്കപ്പെടുകയാണ്. സ്വത്രം. അങ്ങനെ അവൻ കൊട്ടാരത്തിൽ, ഫറവോന്റെ കൊട്ടാരത്തിൽ ദൈവം വളർത്തുന്നു. അവിടെ വെച്ച് അവനൊരു കേസിൽ പ്രതിയാകുന്നു. ഒരുവനെ അടിച്ചപ്പോൾ അവൻ ചത്തുപോയി. അവനെടുത്ത് കുഴിച്ചിട്ടു. ബോഡി പോലും പുറത്ത് കാണിക്കാതെ തെളിവ് നശിപ്പിച്ച കേസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിടിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയ സമയത്തിലേക്ക് അവൻ പോലീസിനെ വെട്ടിച്ച്, അവൻ കോടതിയെ വെട്ടിച്ച് നേരെ യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് മരുഭൂമിയിലേക്ക് 40 വർഷക്കാലമായിട്ടുള്ള വനവാസത്തിന് കടന്നുപോയി. സ്വത്രം. വലിയ കുടുംബത്തിൽ അവൻ വളർന്നവനായിരുന്നു. വലിയ സമ്പത്ത്
മിസ്രത്തിൻ്റെ ഉടമസ്ഥനായിട്ട് തീരേണ്ടവരായിരുന്നു. മിസ്രൈമിൻ്റേതായിട്ടുള്ള രാജകീയ പ്രൗഢിയും പാട്പാമയും ഒക്കെ ലഭിക്കണം. പക്ഷേ എല്ലാം ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു. ആരൊക്കെയോ നഷ്ടപ്പെട്ടവരുണ്ടല്ലോ. അതിൻ്റെ പിന്നിൽ ചിലതുണ്ട്, അതിൻ്റെ പിന്നിൽ ദൈവത്തിന് ചിലതുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് അഭ്യാസം പൂർത്തീകരിച്ചു. മരുഭൂ പ്രയാണം എന്താണെന്ന് അവന് ബോധ്യപ്പെട്ടു. കൊട്ടാരത്തിലെ സുഖലോലുഭമായ ജീവിതം എന്താണെന്ന് അവന് ബോധ്യപ്പെട്ടു. സ്വന്തം ഇതെല്ലാം ദൈവം പഠിപ്പിച്ചിട്ട് അവൻ പഠനം പൂർത്തീകരിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ ദൈവം അവന് മുൾപ്പടർപ്പിൽ പ്രത്യക്ഷമായിട്ട് പറഞ്ഞു, നീ മിസ്രൈമിൽ പോകണം. ആദ്യം അവൻ്റെ ഹൃദയത്തിനകത്ത് ഒരു ഇടിത്തിയാണ് വീണത്. കാരണം ഒരു കോടതി എന്നെ ശിക്ഷിക്കാൻ നോക്കിയിരിക്കുകയാണ് കൊലക്കേസിൽ. സ്വത്രം ഒരു പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി നടക്കുകയാണ്. ഒരു കൊലക്കേസ് പ്രതി മുങ്ങിയതാ. എന്നെ തന്നെ ദൈവം തിരിച്ച് അവിടേക്ക് വിടുകയാണോ? എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ വിക്കനാണ്, ഞാൻ ചെയ്താൽ ശരിയാകത്തില്ല എന്നൊക്കെ പറഞ്ഞു. കർത്താവ് അല്പം കടുപ്പിച്ച് പിച്ച് മാറ്റി പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് നീ അവരോട് പറഞ്ഞാൽ മാത്രം മതി. നീ എന്നെ ഞാൻ മിസ്രൈമിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് നീ അവരോട് നിന്ന് ധൈര്യത്തോടെ പറയാമെന്ന് പറഞ്ഞു. ആ വാക്കിൻ്റെ മധ്യത്തിലേക്ക് അവൻ അനുസരിച്ചു പോയി. അവൻ നേരെ കടന്നുപോയി ദൈവജനത്തിൻ്റെ അടുക്കലേക്ക്. അവിടെ കടന്നു ചെന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കാണിച്ചിട്ടൊന്നും ഈ ഹൃദയം കഠിനപ്പെട്ടില്ല. എത്ര രോഗശാന്തി കിട്ടിയിട്ടും ഒറ്റയെണ്ണത്തിനും മാനസാന്തരം കടന്നു വന്നതേ ഇല്ല. സ്വന്തം പറവോൻ്റെ ആൾക്കാർക്ക് രൂപാന്തരം വന്നില്ല. ആമേൻ. അതിശയങ്ങളും അത്ഭുതങ്ങളും കാണിച്ചപ്പോൾ അവരുടെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് അവരും തിരിച്ചൊക്കെയും പ്രതികരിച്ച് നിൽക്കുന്ന സമയത്തിൽ ഒടുവിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ സംഭവിക്കുവാൻ ഇടയായിട്ടിരുന്നു. 10 ബാധകളെ അയച്ച് ജനങ്ങളാകെ കട്ടത്തിലും ബുദ്ധിമുട്ടിലുമായി. പോകത്തില്ല എന്ന് പറഞ്ഞിടത്തും ദൈവം അവിടെ നിന്ന് ഇളക്കി. സ്തോത്രം. അങ്ങനെ മിസ്രൈമിനെ കൊള്ളയടിച്ചുകൊണ്ട് സ്തോത്രം ഇസ്രായേൽ മുഴുവനും അവരുടെ വിലപിടിപ്പുള്ള സാധനങ്ങളും സ്വർണ്ണാഭരണവും ഒക്കെ എടുത്തുകൊണ്ടവർ നാട്ടിലേക്ക് കടന്നുപോയി. ആ യാത്രയിൽ ആദ്യം അവർക്ക് വളരെ ഇഷ്ടമായിരുന്നു. കാരണം ദൈവദാസൻ കൈയെടുത്ത് വീശുമ്പോൾ അത്ഭുത രോഗശാന്തി, അദ്ദേഹം കൈ ഉയർത്തപ്പെടുമ്പോൾ കുടിവെള്ളം കിട്ടുന്നുണ്ട്. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം, ഇതെല്ലാം കിട്ടിയത് വളരെ സന്തോഷം തന്നെ ആയിരുന്നു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ ഈ ഭക്ഷണം കഴിച്ച് ആകെപ്പാടം മടുക്കാൻ തുടങ്ങി. ഈ മന്ന കഴിച്ച് വല്ലാം തുടങ്ങി. അവർ വെറുവെറുക്കാൻ തുടങ്ങി. അവിടെ ആണെങ്കിൽ വല്ല ആണ്ടിലും ഞങ്ങൾക്ക് ഇറച്ചിയൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പോൾ ഈ ദൈവദാസൻ പറഞ്ഞ് ഇറങ്ങി തിരിച്ചപ്പോഴത്തേക്ക് ഞങ്ങളിതാ ആകെ കഷ്ടത്തിലായി. എല്ലാവരും മോശയ്ക്ക് വിപരീതമായി പെറുപെറുക്കാൻ തുടങ്ങി. മോശയ്ക്ക് വിപരീതമായി സംസാരിക്കാനായിട്ട് തുടങ്ങി. രക്ഷിതാവായിട്ടല്ലെങ്കിൽ ജീവൻ പണയം വെച്ച് കടന്നു വന്ന് പിടിയിൽ നിന്ന് കടന്നു വന്ന വ്യക്തികൾ പെറുപെറുക്കാനായിട്ട് തുടങ്ങി. ദൈവത്തോട് മോശ പറഞ്ഞു, കർത്താവ്, ഇവരെയൊന്നും പെറ്റ് വളർത്തിയില്ല, ഇതൊന്നും എൻ്റെ കുടുംബത്തിൽപ്പെട്ടതല്ല, ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ കിടന്നിങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യകതയുള്ളതുകൊണ്ടോ? ദൈവം അവിടെയൊക്കെ അവന് പരിഹാരം നിർദ്ദേശിച്ചു കൊടുത്തു. അവൻ്റെ കൂടെ അവർക്ക് ഇറച്ചി കൊടുത്തു, അവർക്ക് വെള്ളം കൊടുത്തു, മാറിയെ മധുരമാക്കി കൊടുത്തു, പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും കൊടുത്തു. ശത്രുവിൻ്റെ ശക്തികളിൽ നിന്നെല്ലാം അവരെ രക്ഷപ്പെടുത്തി. അവർക്ക് അന്ന് മാപ്പൊന്നും കണ്ടുപിടിച്ചിട്ടില്ല, അല്ലെങ്കിൽ ലൊക്കേഷൻ സർവീസൊന്നും അന്നില്ലായിരുന്നു. പക്ഷെ അതെല്ലാം വെച്ചു കൊടുത്ത് നിങ്ങൾ ഇതുവഴി പോകണം, അതുവഴി പോകരുത്, അങ്ങനെ പോകണം, ഇങ്ങനെ പോകണം എന്നെല്ലാം ദൈവം ഡയറക്റ്റ് ചെയ്ത് അവരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്തിലെ സാഹചര്യത്തിൽ സ്വത്രം ആ പറഞ്ഞു പോയ പുസ്തകത്തിൻ്റെ പേരാണ് പുറപ്പാട് പുസ്തകം. ഇന്ന് ഞാനൊരു ദൂത് പറഞ്ഞിട്ട് അടുത്ത ഭാഗത്തിലേക്ക് പോകട്ടെ. നിങ്ങളും ഇന്നൊരു പുറപ്പാടിൻ്റെ മധ്യത്തിലേക്കായിരിക്കുന്നു. എന്താണ് പുറപ്പാടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കാലത്ത് നിങ്ങൾ ഫറവോനാകുന്ന സാത്താൻ്റെ അടിമത്തത്തിലായിരുന്നു, നിങ്ങൾ മദ്യത്തിൻ്റെ അടിമത്തത്തിലായിരുന്നു, നിങ്ങൾ ലോഹരി പദാർത്ഥത്തിന് അടിമപ്പെടുന്നു, നിങ്ങൾ ശാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്നു, പൈശാചിക ബന്ധനങ്ങൾക്ക് അടിമപ്പെട്ടില്ലായിരുന്നു, നിങ്ങൾക്ക് സ്വസ്ഥതയില്ല, സമാധാനമില്ല, എത്ര അധ്വാനിച്ചിട്ട് നന്മ ഉണ്ടാക്കുവാനായിട്ട് കഴിയപ്പെടുന്നില്ല, കുടുംബത്തിനകത്ത് സമാധാനമില്ല, രാത്രി കിടന്നാൽ ഉറക്കമില്ല, എന്നും രോഗം, എന്നും കഷ്ടം, അധ്വാനിച്ചുണ്ടാക്കുന്നത് മുഴുവനും പലിശക്കാർക്ക് മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്ന അനുഭവം, മെഡിക്കൽ സ്റ്റോറിലേക്ക് മാത്രമാണ് സാധ്വാനത്തിൻ്റെ നല്ലൊരു ഭാഗവും പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഒരു സ്വസ്ഥതയുമില്ല, സമാധാനമില്ലാതെ പിശാചിന് അടിമപ്പെട്ട് കിടന്ന് ഒരു നിമിഷം ജസ്റ്റ് ഒന്ന് പുറകിലേക്ക് ചിന്തിക്കുക. 1 വർഷത്തിന് മുമ്പ് നീ ആരായിരുന്നു? 5 വർഷത്തിന് മുമ്പ് നീ ആരായിരുന്നു? 10 വർഷത്തിന് മുമ്പ് നീ ആരായിരുന്നു? സാത്താൻ നിങ്ങളെ തകർത്തുകൊണ്ടിരുന്ന സാഹചര്യങ്ങളില്ലേ? ഞാനിതിവിടെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ പുറകിലേക്ക് ഒരു നിമിഷം ഞാൻ ഓടുകയാണ്. പിശാചിനാൽ ആക്രമിക്കപ്പെട്ട വ്യക്തി. ഇന്ന് ഞാൻ സാത്താനെ അങ്ങോട്ട് ആക്രമിക്കും. പക്ഷേ ഒരു കാലഘട്ടത്തിൽ അവൻ എന്നെ ആക്രമിച്ചു. രാത്രിയിൽ എന്നും എനിക്ക് രോഗമാണ്, മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു, അവിടെ പോകുമ്പോൾ രോഗമില്ല. വീണ്ടും എൻ്റെ ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങളാണ്, മാനസികമായുള്ള പ്രശ്നങ്ങൾ, കേസുകൾ, വശങ്ങൾ, ഇങ്ങനെ സ്വസ്ഥതയില്ലാത്ത, സമാധാനമില്ലാത്ത അനുഭവത്തിൽ സാത്താനിലെ പന്തടിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. പക്ഷേ ഇന്ന് എന്നെ കർത്താവ് വിടുവിച്ചു. അതുപോലെ നിങ്ങളിലും പലരുടെ ജീവിത മേഖലകളിൽ നിങ്ങൾ അനുഭവിച്ച വേദനകൾ, സാത്താൻ നിങ്ങളെ തകർത്തുകൊണ്ടിരുന്ന അനുഭവങ്ങൾ, പിശാച് നിങ്ങളെ തകർത്ത് ഉടച്ചുകൊണ്ടിരുന്ന അനുഭവങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിടുവിച്ചു, നിങ്ങളെ സഹായിച്ചു, നിങ്ങളെ ആശീർവദിച്ചു, നിങ്ങളെ
അനുഗ്രഹിച്ചു, നിങ്ങളെ ബലപ്പെടുത്തി, ശക്തിപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിക്കണം. ഇന്നും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരിലും ഇന്നും പറയുന്നുണ്ട്, അങ്ങനെ ഒരു സാത്താന്യ ശക്തി ഇല്ല എന്ന് പറയുന്ന, അങ്ങനെ ഒരു പിശാചിന്റെ ശക്തി ഇല്ല എന്ന് പറയുന്ന അനേക സ്തോത്രം പാരമ്പര്യ സഭക്കാരുണ്ട്. ഞാനൊന്ന് പറയപ്പെടട്ടെ, ഞാൻ നിങ്ങളോട് പറയും, ഇല്ല, നിങ്ങൾ ഒരു കാലത്ത് സാത്താന്റെ അടിമത്തത്തിലായിരുന്നു, നിങ്ങൾ ഒരു കാലത്ത് പിശാചിന്റെ പിടിയിലായിരുന്നു. പക്ഷേ ക്രിസ്തു തന്റെ രക്തത്താൽ നിങ്ങളെ വീണ്ടെടുത്തതുപോലെ തന്നെ അപ്പോസ്തലന്മാരെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ച്, നിങ്ങളുടെ നാട്ടിലേക്ക് അയച്ച്, ദേശത്തിലേക്ക് അയച്ച്, ഭവനത്തിലേക്ക് അയച്ച്, അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ അടുക്കലേക്ക് അയച്ച് നിങ്ങളെ സ്വതന്ത്രമാക്കിയത് ഇന്നൊരു പുറപ്പാടിന്റെ ഭാഗമാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുവോ? ആ കാലഘട്ടത്തിൽ ഒരു പുറപ്പാടുണ്ടായിരുന്നു. അടിമത്വത്തിൽ നിന്നൊരു മോചനം, സാത്താൻ്റെ അടിമത്വത്തിൽ നിന്ന്, പിശാചിൻ്റെ പിടിയിൽ നിന്ന് ദൈവം കുടുംബങ്ങളെ സ്വതന്ത്രമാക്കി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും. ഈ കൂട്ടത്തിൽ എത്രയോ പേർ ഇപ്പോഴും സ്വാതന്ത്ര്യം അനുഭവിച്ചവരുണ്ട്. അതോടനുബന്ധിച്ച് അവസരം കിട്ടിക്കഴിഞ്ഞാൽ സാത്താന്യ ശക്തികൾ പ്രവേശിച്ച് അതിനകത്ത് പോരാടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കപ്പെടുമ്പോൾ ഒരു പുറപ്പാട് ഇന്നുമുണ്ട്, അന്നുമുണ്ടായിരുന്നു. അങ്ങനെ ഇവരെ പുറപ്പെടുവിച്ച് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങളെ പിശാചിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു, നിങ്ങളെ രക്ഷിച്ചു. ഇനി നിങ്ങളെ ഫറവോൻ ഭരിക്കത്തില്ല. അവനെ എല്ലാത്തിനെയും മുക്കി കൊന്നു, ചെങ്കടൽ താഴ്ത്തിയിട്ട് അവരെ കൊന്നു. ഇനി പക്ഷെ നിങ്ങൾക്ക് പ്രമാണം വേണം, നിങ്ങൾക്ക് ഭരണ സംവിധാനങ്ങൾ വേണം, നിങ്ങൾക്ക് ഭരണഘടന വേണം. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് നിങ്ങൾ ഇനി ജീവിക്കണമെങ്കിൽ എങ്ങനെയെങ്കിലും കഴിഞ്ഞ നാളുകളെ പോലെ കയ്യിൽ കിട്ടുന്ന കാളക്കുട്ടിയൊക്കെ ഉണ്ടാക്കി വെച്ച് ആരാധിക്കുന്ന പരിപാടി പറ്റത്തില്ല. നിങ്ങൾക്കൊരു പ്രമാണം തരും, നിങ്ങൾക്ക് ചില നിയമങ്ങൾ ഞാൻ നൽകും, നിങ്ങൾക്ക് ചില കർക്കശമായിട്ടുള്ള ചില നിബന്ധനകൾ ഞാൻ നൽകും, നിങ്ങളതിനെ ഫോളോ ചെയ്യണം. അതിൻ്റെ ഭാഗമായിട്ട് സ്തോത്രം ദൈവം ചില നിയമങ്ങൾ കൊടുത്തതിൽ ഒരു നിയമമാണ്, കൽപ്പനകളൊക്കെ നമുക്കറിയാമല്ലോ, ഞാനതിലേക്ക് പോകുന്നില്ല. ഒരു നിയമമാണ് പുറപ്പാട് പുസ്തകം 34:22. നിങ്ങൾ രക്ഷപ്പെട്ടു, നിങ്ങളിനി അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ എങ്ങനെയെങ്കിലും പോയാൽ പറ്റൂല, എങ്ങനെയെങ്കിലും ജീവിച്ചാലും പറ്റത്തില്ല. നിങ്ങൾ പ്രമാണത്തെ അനുസരിക്കണം. ദൈവം കൊടുത്ത ചില പ്രമാണങ്ങളുണ്ട്. അതാണ് പുറപ്പാട് പുസ്തകത്തിലെ 34:20. ഗോതമ്പ് കൊയ്ത്തിലെ ആദ്യ ഫലോത്സവമായ വാരോത്സവം ആണ്ടറുതിയിൽ കായ്കനി പെരുന്നാളും ആചരിക്കണം. പ്രമാണമില്ലാണ്ടിരുന്ന ജനത്തിന് എങ്ങനെയെങ്കിലും ജീവിച്ച ഊഴിയ വിചാരങ്ങളുമായി അടിയിടിയും കൊണ്ട് തൊഴിച്ചുകൊണ്ടിരുന്നവർക്ക് നിയമം കൊടുത്തു. ശരിയാണല്ലോ. ബ്രിട്ടീഷുകാരൻ്റെ അടിമത്തത്തിൽ കടന്നിരുന്ന ഇന്ത്യയെ ഒരു വലിയ കൂട്ടം പേരുടേതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള കഷ്ടപ്പാടും ബുദ്ധിമുട്ടും സമര പരമ്പരാഗതകളും വെച്ച് ബൈബിളിനും അവിടെ പ്രസക്തിയുണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവായിരിക്കുന്ന മഹാത്മാഗാന്ധി ബൈബിൾ വായിച്ചിട്ടുള്ള വ്യക്തിയും അദ്ദേഹത്തിൻ്റെ സ്മരണയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉപയോഗിച്ച പുസ്തകങ്ങൾ വെച്ചിരിക്കുന്ന കൂട്ടത്തിൽ ഇന്നും ബൈബിൾ സൂക്ഷിച്ചിട്ടുണ്ട്. ആ ബൈബിളിൽ നിന്നൊന്ന് അദ്ദേഹം പഠിച്ചു. ബൈബിൾ എന്ന് പറഞ്ഞു 70 വട്ടം ക്ഷമിക്കണം, ഒരു കന്നത്തടിച്ച മറ്റേ കന്നവും കാണിച്ചു കൊടുക്കണം. ക്രിസ്തു അങ്ങനെയാണ് ജയിച്ചത്. അതിനെ ഫോളോ ചെയ്ത് ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് ഇവർ രക്ഷപ്പെട്ട് കടന്നു വന്നപ്പോൾ ഒരു ഭരണ സംവിധാനം നമുക്ക് തന്നു. എന്തിനാ? വണ്ടികൾ കൂട്ടിയിടിക്കാതിരിക്കാൻ, സ്തോത്രം, കൊലപാതകങ്ങൾ നടക്കാതിരിക്കാൻ, പ്രശ്നങ്ങൾ വരാതിരിക്കാൻ, രാജ്യത്തിൻ്റെ ഐക്യതയ്ക്കും അഖണ്ഡതയ്ക്കും വേണ്ടിയിട്ട് ഒരുപാട് ഭരണ സംവിധാന രീതികൾ, ശൈലികളൊക്കെയും ഇവിടെ ക്രമീകരിച്ച് കൊണ്ടുവന്നതിൻ്റെ പിന്നാമ്പുറത്തിൽ ഒന്നുണ്ട്, ഒരു നിയമം. അത് നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട്. ഗവൺമെൻറ് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും തരുന്നുണ്ട്. പക്ഷേ നിയമം നമ്മൾ അനുശാസിച്ചാലേ പറ്റത്തേ ഉള്ളൂ. നിങ്ങൾക്ക് ഞങ്ങൾ ഇത്രത്തോളം പ്രൊട്ടക്ഷൻ തരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിലൊന്നും ഇവിടെ ജീവിക്കാൻ പറ്റത്തേയില്ല. ഇവിടെ നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ നിങ്ങൾ പാലിച്ചു പോയാൽ മാത്രമേ കഴിയത്തേ ഉള്ളൂ എന്നുള്ളത്. ഒത്തിരി അധികം നമുക്ക് കാശ് തരുന്നു. ഈ കാശൊക്കെ എവിടെ നിന്നാണ്? നമ്മളെ കൊണ്ട് ടാക്സ് കൊടുക്കേണ്ടത് അവർക്ക് കൊടുക്കണം. ഇല്ല എങ്കിൽ സ്വത്രം ജയിലിലടയ്ക്കും എന്നുള്ളതിന് സംശയമേ ഇല്ല. കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിൽ ഫൈൻ വരാൻ സാധ്യതയുണ്ട്. കൊടുക്കേണ്ടത് കൊടുത്തില്ല എങ്കിൽ അവർ ജപ്തി ചെയ്ത് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. സ്വത്രം ടാക്സ് കൊടുക്കാത്തത് നിമിത്തം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു വണ്ടിക്ക് തന്നെ നിങ്ങൾ ടാക്സ് അടച്ചില്ലെങ്കിൽ അത് RRലേക്ക് കടന്നു വിടുന്നു. അവർ വന്നിട്ട് നിങ്ങളെ സ്ഥാപന ജംഗമ വസ്തുക്കളെ ജപ്തി ചെയ്ത് അത് ഗവൺമെൻറ്റിലേക്ക് മാറ്റുന്നു. എന്താ കാരണം? നിങ്ങൾ അടിച്ചതോ ഇടിച്ചതോ കൊന്നതോ ഒന്നുമല്ല. ആ വസ്തു ജപ്തി ചെയ്ത് കൊണ്ടുപോകാനുള്ള കാരണം നിങ്ങൾ ടാക്സ് കൊടുത്തില്ല. നിങ്ങൾ കൊടുക്കേണ്ടത് വർഷാവർഷം കൊടുത്തില്ല. മാസാമാസം നിങ്ങൾ കൊടുക്കേണ്ടത് കൃത്യമായി കൊടുത്തില്ല എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ആദ്യം 2-3 പ്രാവശ്യം വാണിംഗ് തരും. അതെ, ലെറ്റേഴ്സ് അയക്കും, ഫോണിൽ വിളിച്ച് പറയും. എന്നിട്ട് രജിസ്റ്റേർഡ് അക്നോളജ്മെൻറ്റ് ഉൾപ്പെടെ വെച്ച്
നിങ്ങൾക്ക് രജിസ്റ്റേർഡ് ലെറ്റർ അയക്കും. അതും കൈപ്പറ്റിയതിന് ശേഷം വന്നില്ല എങ്കിൽ പിന്നെ നടപടികളിലേക്ക് പോകുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് കൈമാറ്റം ചെയ്യുന്നു. സ്വത്രം റവന്യൂ റിക്കവറി എന്ന് പറയുന്ന ആ ഭാഗത്തിലേക്ക് മാറ്റിയിട്ട് പിന്നെ റിക്കവറി. അത് കൊടുക്കാൻ പറ്റാത്തവനെ ജയിലിലടയ്ക്കും. കാമീൻ. ഒന്നുകിൽ അവൻ്റെ സ്ഥാപന ജംഗമ വസ്തുക്കൾ കൊടുക്കണം, അല്ല എങ്കിൽ അവൻ ജയിലിൽ കിടന്നിട്ട് ശിക്ഷ അനുഭവിക്കും. എന്താ? ടാക്സ് കൊടുക്കാത്ത നിമിത്തം. സ്വത്രം ഇത് നിയമം നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള എല്ലാ പ്രൊട്ടക്ഷനും ഗവൺമെൻറ് തന്നിട്ടുണ്ട്. എങ്കിലും സ്വത്രം നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ കൊടുത്താലേ മതിയാകത്തേ ഉള്ളൂ. ദൈവം നമുക്ക് ആവശ്യമായുള്ള പ്രൊട്ടക്ഷൻ നൽകും. സാത്താൻ നിൻ്റെ വീട്ടിനകത്ത് കയറാതെ, നിന്നെ സ്വത്രം തള്ളിയിട്ട് കൊല്ലാതെ, ആമേൻ, നിന്നെ നശിപ്പിക്കാതിരിക്കാൻ, നിന്നെ തകർത്ത് കളയാതിരിക്കാൻ സ്വത്രം ആമേൻ ദൈവം നമുക്ക് പ്രൊട്ടക്ഷൻ നൽകും. നമുക്ക് സമാധാനം തരുന്നു, സന്തോഷം നൽകുന്നുണ്ട്. എന്താണ്? വെറും ഹാപ്പി അല്ല, ജോയിയാണ് ദൈവം തരുന്നത്. ഹാപ്പിയും ജോയിയും തമ്മിൽ വളരെയധികം വ്യത്യാസം. ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാലിട്ട് സ്വത്രം നല്ല ഭക്ഷണം കിട്ടുന്ന സമയത്തിൽ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോൾ അതെല്ലാം അങ്ങ് പുറത്ത് പോകും. പോയി കഴിയപ്പെടുമ്പോൾ ആ ഹാപ്പി തീർന്നു പോയി. സ്വത്രം ഒരു നല്ലൊരു ഫോണ് കിട്ടി, ആ ഫോണ് കിട്ടിയപ്പോൾ ഹാപ്പി ആയിരിക്കപ്പെടുന്നു എന്നുള്ളത് പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആ ഫോണ് നിലത്ത് വീണ് പാമേ വേറൊരു വണ്ടി കയറി പൊട്ടുമ്പോൾ ആ ഹാപ്പി അതോടുകൂടി അവിടെ തീർന്നു പോയി എന്നുള്ളതിനെ കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നു. വളരെ കഷ്ടപ്പെട്ടൊരു വീട് വെച്ചു സ്വത്രം. പക്ഷേ ആമേൻ മറ്റൊരാളുടെ പേരിലുള്ള വസ്തുവിലാണ് വീട് വെച്ചത്. വെച്ച് അതിനകത്ത് കയറി താമസിച്ചപ്പോൾ വലിയ സന്തോഷമായിരുന്നു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് മക്കളെ ഇത് മൂത്തവന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇളയവനായിരിക്കുന്ന നീ വേറെ വീട് വയ്ക്കുന്നതാണ് നല്ലതെന്ന് പറയപ്പെടുമ്പോൾ ആ ഹാപ്പി നഷ്ടപ്പെട്ടു. പക്ഷേ ജോയി എന്ന് പറയുന്ന സമയത്തിൽ അതല്ല. അത് സ്വത്രം വീടില്ല എങ്കിലും അവനെപ്പോഴും സന്തോഷം തന്നെ ആയിരിക്കപ്പെടുക. അവന് കാറില്ലെങ്കിലും അവനെപ്പോഴും സന്തോഷം തന്നെ ആയിരിക്കും. അവന് ഫോണില്ല എങ്കിലും അവന് സന്തോഷം തന്നെ ആയിരിക്കപ്പെടുക. കഷ്ടതയും ബുദ്ധിമുട്ടും ദാരിദ്ര്യവും ദുഃഖവും വിശപ്പും പട്ടിണിയും ആമേൻ ആപത്തും വാളും ഒക്കെ കടന്നു വന്നാലും സന്തോഷത്തിന് ഒരു കുറവുമില്ല. ദൈവത്തിൻ്റെ തേജസ്സോടുകൂടി എപ്പോഴും ചിരിച്ച മുഖത്തോടുകൂടി ചെന്ന് കിടന്നു കഴിഞ്ഞാൽ ഭയങ്കര സുഖമായിട്ട് ഉറങ്ങാം. വണ്ടിയിലിരുന്നാൽ അപ്പോൾ തന്നെ ഉറങ്ങും. ബസ്സിൽ കയറി കഴിഞ്ഞാൽ അപ്പോൾ ഉറങ്ങാം. എന്താ പറയേണ്ടത്? നല്ല അടിച്ചു പൊളിച്ച് പ്രസംഗം കണ്ട് ശബ്ദ കോലാഹലമായിട്ട് കേൾക്കുമ്പോൾ സുഖം ഉറങ്ങുന്നത് നിങ്ങളുടെ ഉള്ളിനകത്ത് ജോയി ഉള്ളത് കൊണ്ടാണ്. ദൈവം അത് തന്നു. നിങ്ങൾക്ക് നേരത്തെ ഈ ജോയി ഇല്ലായിരുന്നു. നിങ്ങൾക്ക് എപ്പോഴും സന്തോഷിക്കുവാൻ വകയില്ല. എപ്പോഴും നിങ്ങൾക്ക് നിരാശയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ടെങ്കിലും രാത്രി ചെന്ന് കിടന്നാൽ ഉറക്കമില്ല, സ്വസ്ഥതയില്ല, സമാധാനമില്ല, സന്തോഷമില്ല. ദൈവം നിങ്ങൾക്ക് സന്തോഷം തന്നു, നിങ്ങൾക്ക് ബന്ധങ്ങളെ തന്നു, നിങ്ങൾക്ക് സ്നേഹം തന്നു, ആത്മശക്തിയെ ദൈവം നൽകി, സ്വന്തം കൂട്ടായ്മ ബന്ധത്തെ തന്നു. ആമേൻ. നിങ്ങൾക്ക് വേണ്ടി ദൈവം പള്ളി പണിത് തന്നു. നിങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ തൻ്റെ കൂട്ടായ്മയിലേക്ക് വിളിക്കുന്നതിന് മുമ്പ് കൂട്ടായ്മ എന്നോ അതിന് വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥരെ ദൈവം നിയമിച്ചു, പാസ്റ്റർമാരെ നിയമിച്ചു, പ്രവർത്തകരെ ദൈവം നിയമിച്ചു. എന്തിനാ ഇതൊക്കെ? ഷാജി ശാലോമിനെ എന്തിനാ നിയമിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമായി തീരുവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആത്മീക സന്തോഷം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ദൈവത്തെ പിൻപറ്റാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെ ദൈവത്തിന് വചനം പഠിപ്പിക്കണമെന്നുള്ളത് അല്ലെ. ഷാജി ശാലോമിന് വേണ്ടിയിട്ടല്ല. ഞാൻ വിചാരിച്ചെന്ന് വെച്ചു ഇതൊന്നും ഇവിടെ ഇങ്ങനെയൊന്നും വരത്തൊന്നുമില്ല. പക്ഷെ ദൈവം വെച്ചോ, ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർ ദൈവം ഇവിടെ യൂണിഫോമൊക്കെ തന്ന് ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. സ്വന്തം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ദൈവം തന്നു. എന്തിനു വേണ്ടിയിട്ട്? നിങ്ങളൊരു സന്തോഷം അനുഭവിക്കുവാൻ, നിങ്ങൾ ദൈവത്തിൻ്റെ അനുഗമിക്കുവാൻ, നിങ്ങൾ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടിയിട്ട്. എന്നാൽ അതിനോടൊപ്പം നിങ്ങൾക്ക് നിയമമുണ്ട്. മാനസാന്തരപ്പെട്ട് സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് കൂട്ടായ്മ ബന്ധമാകരിച്ച് അപ്പം നുറുക്കത്തിൽ പങ്കെടുത്ത് സാക്ഷ്യമുള്ള അനുഭവത്തിൽ വക്രതയുള്ള തലമുറയിൽ നിന്ന് വേർപെട്ടിരിക്കുവാൻ അത് വ്യവസ്ഥയാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതൊരു വ്യവസ്ഥ. എന്തിനാ? നിനക്ക് പ്രൊട്ടക്ഷൻ അല്ല, പക്ഷേ ഞാൻ പറയുന്ന കഥ വേണം. അതുപോലെ ഒന്നാണ് നീ ടാക്സ് കൊടുക്കണം. നിൻ്റെ കൃഷി കാര്യങ്ങൾ ഞാൻ അനുഗ്രഹിക്കുക. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഗോതമ്പ് കൊയ്ത്തിലെ ആദ്യ ഫലോത്സവമായ വാരോത്സവം ആണ്ടർ ഇതിൽ കായികനി പെരുന്നാൾ. ഈ കായികനി പെരുന്നാൾ എന്നൊക്കെ പറയാനുള്ള കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാലിട്ട് സ്തോത്രം, അന്ന കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ തൊഴിൽ മേഖല എന്ന് പറയപ്പെടുന്നത് കൃഷി മാത്രമായിരുന്നു. ഇന്നല്ലേ ഇതെല്ലാം മാറി നമ്മളെ ലെവലെല്ലാം മാറിയതല്ലേ. നമ്മുടെ ലെവലെല്ലാം മാറി വേറെ ലെവലിലോട്ട് പോയി. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്താണോ നമ്മുടെ ഇൻകം സോഴ്സ്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അന്ന് കായികനി പെരുന്നാൾ, അന്ന് അഗ്രികൾച്ചറിന് മാത്രമായിരുന്നു പ്രയോറിറ്റി ഉണ്ടായിരുന്നത്. നമുക്ക് കർത്താവ് പറഞ്ഞ ഏതൊരു ഉപമയെടുത്തു കഴിഞ്ഞാലും മുന്തിരിയും അതോടൊപ്പം അത്തിയും ഇതൊക്കെ നമുക്ക് എടുക്കുന്നതും അധ്വാനിക്കാൻ പോകുന്നതിനെക്കുറിച്ചും അതോടൊപ്പം കൃഷിയിടത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ചും വയലിൽ ഒളിപ്പിച്ചതിനെക്കുറിച്ചും ഇങ്ങനെ തുടങ്ങിയുള്ള എല്ലാം കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അന്നത്തെ കാലഘട്ടത്തിൽ അതായിരുന്നു. പക്ഷെ കാലം മാറി വന്നപ്പോൾ മനുഷ്യൻ്റെ തൊഴിൽ മേഖലകളെല്ലാം മാറി വേറെ ലെവലിലേക്ക് വന്നപ്പോൾ ഈ വാക്യം പലപ്പോഴും ചിലർക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആദ്യ കാലഘട്ടത്തിൽ ഞാനും അങ്ങനെ ചിന്തിച്ചു.
ചിന്തിച്ചു. അന്ന് എൻ്റെ ടെറസിൻ്റെ മേളിൽ 5-6 കത്തിരിയും വെണ്ടയ്ക്കും മാത്രമേ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും മാത്രം ശരി, അതിൽ നിന്നൊരു വെണ്ടയ്ക്കായും എടുത്ത് അതിൽ നിന്നൊരു കത്തിരിക്കായും എടുത്ത് പള്ളിയിൽ കൊണ്ട് വെച്ചിട്ട് അതാണ് നല്ലതെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ പിന്നത്തേതിലാണ് എനിക്ക് ബോധ്യപ്പെട്ടത് അതല്ല, അതിൽ മാത്രം ഒതുങ്ങാനുള്ളതല്ല. എന്തൊക്കെയാണ് എൻ്റെ വരുമാന മേഖല, അതുമായി ബന്ധപ്പെട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ അതായിരുന്നുവെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെ വരുമാന മാർഗവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വർഷത്തിൻ്റെ അവസാനം നമ്മൾ സ്തോത്രാർപ്പണം ചെയ്യണം. ഹല്ലേലൂയ. ആണ്ടറുതിയുള്ള കായികനി പെരുന്നാൾ എന്നുള്ളതിനെ കുറിച്ചാണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? നിയമം നമ്മൾ ടാക്സ് കൊടുക്കണം. ടാക്സ് കൊടുത്തില്ലെങ്കിൽ ഗവൺമെൻറ് എന്താ ചെയ്യുന്നത്? റിക്കവറി നടത്തും. ടാക്സ് കൊടുത്തില്ല ഗവൺമെൻറ് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല, ജയിലിലടയ്ക്കും. ദൈവസന്നിധിയിലേക്ക് നോക്കുന്ന സമയത്തിലേക്ക് പലപ്പോഴും നമ്മൾ പ്രാപിച്ചെടുത്ത അനുഗ്രഹങ്ങൾ ഇന്ന് നമ്മുടെ കയ്യിലില്ല. ആരൊക്കെയോ ജപ്തി ചെയ്ത് കൊണ്ടുപോയി, ആരൊക്കെയോ അല്ല, ടാക്സ് കൊടുക്കാത്തതുകൊണ്ട് കർത്താവിനെ തിരിച്ചെടുത്തു. നിങ്ങളൊരിക്കും അത് കാനറ ബാങ്കുകാരൻ കൊണ്ടുപോയി, SBI കാരൻ കൊണ്ടുപോയി, പിന്നെ അവൻ പറ്റിച്ചുകൊണ്ട് പോയി, ഇവൻ പറ്റിയില്ല. നിങ്ങൾ ദൈവത്തിന് കൊടുക്കേണ്ടത് കൃത്യമായിട്ട് കൊടുക്കാത്തത് കൊണ്ട് ദൈവം അങ്ങ് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. മാത്രമല്ല വസൂലാക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പലതും ഉണ്ടായിരുന്ന പലതും നഷ്ടപ്പെട്ടു പോയത്. ഇനിയും നമുക്ക് ഉണ്ടായിരിക്കുന്ന നഷ്ടപ്പെട്ടു പോകാതെ നിലനിൽക്കപ്പെടണമെങ്കിൽ ഈ പ്രമാണം നമ്മൾ അനുസരിക്കണം. ഈ വർഷത്തിൻ്റെ ഒടുവിലത്തേക്ക് കടന്നു വരുന്ന സമയത്തിലേക്ക് നിങ്ങൾ ആണ്ടറുതിയിൽ കായികനി പെരുന്നാൾ ആചരിക്കണം. നിങ്ങളങ്ങനെ ഒരു പെരുന്നാൾ ആചരിക്കണം. എന്താണ് നിങ്ങൾക്ക് കർത്താവ് തന്നിരിക്കുന്ന നന്മകളിൽ ഓഹരി ദൈവത്തിന് വേണ്ടി കൊടുക്കണം. ദൈവസന്നിധിയിലേക്ക് നിങ്ങൾക്ക് കൊണ്ട് സമർപ്പിക്കുവാനായിട്ട് കഴിയണം എന്നുള്ളത് വളരെ വ്യവസ്ഥ പ്രകാരം. 1 കൊരിന്ത്യർ 16:2 ഞാൻ വന്ന ശേഷം മാത്രം ശേഖരണം ഉണ്ടാകേണ്ടതിന് ആഴ്ചവട്ടത്തിലെ 1-ാം നാൾ തോറും നിങ്ങൾ ഓരോരുത്തൻ തനിക്ക് കഴിവുള്ളത് ചരതിച്ച് തൻ്റെ പക്കൽ വെച്ചു കൊള്ളണം. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ഞായറാഴ്ച 1-ാമത്തെ ദിവസമാണ്. ഈ ഞായറാഴ്ച ദിവസം ചരതിച്ച് ഇതൊക്കെ സമയവും സന്ദർഭവും നോക്കിയിരിക്കുകയല്ല, ഞാൻ വന്നതിന് ശേഷമെന്ന് പറയല്ല, നിങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. 2 ശമൂവേൽ 15-ാം അധ്യായം 7 മുതൽ വായിക്കപ്പെടുമ്പോൾ 4 സംവത്സരം കഴിഞ്ഞപ്പോൾ അബ്ശലോം രാജാവിനോട് പറഞ്ഞത്, താൻ യഹോവയ്ക്ക് നേർന്ന ഒരു നേർച്ച ഹെബ്രോനിൽ ചെന്ന് കഴിപ്പാൻ അനുവാദം തരയണമേ. യഹോവ എന്നെ യെരൂശലേമിലേക്ക് മടക്കി വരുത്തിയാൽ യഹോവയ്ക്കൊരാരാധന കഴിക്കും എന്ന് അടിയൻ അരാമിലെ ഗരൂരിൽ പാർത്തിരുന്ന കാലം ഒരു നേർച്ച നേർന്നിരുന്നു. പുള്ളിക്കാരൻ ഒരു ആരാധന നടത്താം എന്നുള്ളതിനെക്കുറിച്ച് അബ്ശലോം രാജാവ് തീരുമാനമെടുത്തിരിക്കുന്നു. കഴിഞ്ഞപ്പോൾ അബ്ശലോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ യഹോവയ്ക്ക് നേർച്ച നേർന്ന് ഹെബ്രോനിൽ ചെന്നത് കഴിച്ചിട്ട് വരട്ടെ. ഹെബ്രോനിൽ ഒരു ആരാധന, ഒരു വർഷിപ്പ് സെക്ഷൻ താൻ സ്പോൺസർ ചെയ്യാമെന്ന് തീരുമാനിച്ചു. എന്തിനു വേണ്ടി? ശത്രുശക്തികളെ ജയിക്കാൻ. തനിക്ക് ഒരു ചെറിയൊരു ഭയപ്പാട് കടന്നു വന്നു. ഞാൻ ജയിക്കുമോ തോൽക്കുമോ? തനിക്ക് മനസ്സിലായി യുദ്ധത്തിൻ്റെതായുള്ള സന്നദ്ധകളും കഴിവുകളും മാത്രം കൊണ്ട് ഞാൻ ജയിക്കത്തില്ല, ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം മനസ്സിലൊരു തീരുമാനമെടുത്തു. എന്നെ ദൈവം ജയിപ്പിക്കുകയാണെങ്കിൽ, വിജയിപ്പിക്കുകയാണെങ്കിൽ ഞാനൊരു ആരാധന സമർപ്പിക്കാം. ഞാൻ ഒരു ആരാധന എൻ്റെ ദൈവനാമ മഹിമയ്ക്കാട്ടി ഞാൻ സമർപ്പിക്കാമെന്ന് തീരുമാനം. അവന് ദൈവം വിജയം കൊടുത്ത സമയത്തിൽ പോകാൻ സമയമില്ല, ഭയങ്കര ബിസിയാണ് പുള്ളിക്കാരൻ. പക്ഷെങ്കിൽ രാജാവിനോട് അനുവാദം ചോദിച്ചു. എനിക്ക് ഹെബ്രോനിൽ ചെന്ന് ആ നേർച്ച നിവർത്തിച്ചാലേ പറ്റത്തേ ഉള്ളൂ. കാരണം പുള്ളിക്കറിയാം, ഞാൻ നേർന്നിട്ട് നിവർത്തിക്കാതിരുന്നു കഴിഞ്ഞാൽ അടുത്ത യുദ്ധത്തിൽ ഞാൻ തോൽക്കും, ഞാൻ പരാജയപ്പെടും. ആകയാൽ പരാജയം എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയപ്പെടത്തേയില്ല. നേർച്ച നേരാതിരിക്കും നല്ലത്, നേർന്നു കഴിച്ചാൽ നിവർത്തിക്കുക എന്നുള്ള ആശയത്തിന് പ്രകാരം തന്നെ എനിക്കത് ചെയ്താലേ പറ്റത്തേ ഉള്ളൂ. അപ്പോൾ ഒരു ആരാധന നേരാൻ എളുപ്പമാണ്, ദൈവം ജയം കൊടുക്കുകയും ചെയ്യും. സ്തോത്രം. ഒരു സൗഖ്യത്തിന് വേണ്ടി, ഒരു വിജയത്തിന് വേണ്ടിയിട്ട്, ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട്, ഒരു ലോണ് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു സാമ്പത്തിക നന്മ കിട്ടാൻ വേണ്ടി, ഒരു വിവാഹം നടക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ തുടങ്ങിയുള്ള എന്താവശ്യത്തിനും ഒരു ആരാധന സമർപ്പിക്കാം. പക്ഷേ അത് കഴിയപ്പെടുമ്പോൾ നമ്മൾ ബിസിയാകാൻ സാധ്യതകളുണ്ട്. അത് കഴിയുമ്പോൾ ചിലപ്പോൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അത് കഴിയുന്ന സമയത്തിലേക്ക് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കാശ് മാറ്റി വയ്ക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ ദൈവത്തിന് മാത്രമേ നമുക്ക് കടം പറയാൻ പലപ്പോഴും കഴിയപ്പെടത്തേയുള്ളൂ. അബ്ശലോമിന് ഇതറിയാം, ഇത് നീട്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും, എനിക്ക് അടി കിട്ടും. അവൻ ഇച്ചിരി റിസ്ക് എടുത്തിട്ടാണ് എങ്കിലും ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനം അതുപോലെ ചെയ്തു. കാരണം ഇതൊന്നും ഒരു പേപ്പറിലൊന്നും എഴുതിയിട്ടില്ല എങ്കിലും, ഒരു കമ്പ്യൂട്ടറിലും എൻട്രി ചെയ്തിട്ടില്ല എങ്കിലും, എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോൾ ചിന്തിച്ചുവോ അപ്പോൾ സ്വർഗത്തിൽ ഇത് പതിഞ്ഞിരിക്കുകയാണ്. ഞാൻ മറന്നാലും എൻ്റെ ദൈവം ഇത് മറക്കത്തില്ല എന്നുള്ള ഉറപ്പോടുകൂടി തന്നെ അവൻ മടങ്ങി കടന്നുവെന്ന് ആരാധന കഴിക്കുന്നതിനെ കുറിച്ച് അരാമിലെ ഗഗൂരിൽ പാർത്തിരുന്ന കാലം ഒരു നേർച്ച നേരുന്നത് കാലങ്ങൾക്ക് ശേഷമാണെങ്കിലും പുള്ളിക്കാരൻ അത് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് ഞാനിവിടെ പറയുകയാണ്. അപ്പോൾ ഇവിടെ സ്തോത്രം, ഗോതമ്പ് കൊയ്ത്തിലെ ആദ്യഫലോത്സവമായി ആചരിക്കണമെന്നും പുറപ്പാട് 23:16 വയലിൽ വിതച്ച വിതയുടെ ആദ്യഫലം എടുക്കുന്ന കൊയ്ത്ത് പെരുന്നാൾ ആണ്ടറുതിയിൽ. അപ്പോൾ വർഷത്തിൻ്റെ അവസാനമാണ് ഈ പെരുന്നാൾ. ഈ
ഇടയ്ക്കിടയ്ക്കുള്ള നേർച്ചകളല്ല ഇവിടെ. ഇത് വർഷത്തിൻ്റെ ഏറ്റവും ഒടുവിൽ നിന്റെ വേലയുടെ ഫലം കൂട്ടിവയ്ക്കപ്പെടുമ്പോൾ കായ്മൽ പെരുന്നാൾ ആചരിക്കണമെന്നും 7ാമത്തെ ശബത്ത്, ലേവ്യ പുസ്തകം 23-ാം അധ്യായം 16-ാം വാക്യം, 7ാമത്തെ ശബത്തിൽ പിറ്റേ നാൾ വരെ 50 ദിവസം എണ്ണി യഹോവയ്ക്ക് പുതിയ ധാന്യം കൊണ്ട് 50 ദിവസത്തെ ഒരു പ്രത്യേക ഭോജനയാഗം. 50 ദിവസം. ആരും ഉത്സാഹിപ്പിക്കേണ്ട ആവശ്യകതയില്ല. നിങ്ങളുടെ ഉള്ളിനകത്ത് ദൈവാത്മാവ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ കൊണ്ട് പരിശുദ്ധാത്മാവ് പലപ്പോഴും ചെയ്യപ്പെടണം. അതാണ് ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തെ ഇല്ല. അപ്പോൾ ദൈവദാസന്മാർ പറഞ്ഞില്ല എങ്കിലും തന്നെ തൃത്വത്തിൽ മൂന്നാമനായിരിക്കുന്ന പരിശുദ്ധാത്മാവ് ചിലത് പറയിപ്പിക്കും, ചിലത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അത് ആത്മാവിൽ ആരാധിക്കുന്ന ദൈവസഭ അത് ഏറ്റെടുക്കുകയും അതനുസരിച്ച് തുടങ്ങിയെങ്കിൽ ഞാൻ ഇന്ന് വചനാടിസ്ഥാനത്തിൽ ആണ്ടറുതിയിൽ കായികനി പെരുന്നാൾ നമ്മൾ ആചരിക്കണം. 50 ദിവസത്തെ ഭോജനയാഗം, 50 ദിവസത്തെ പ്രത്യേകമായ പല രീതിയിലുള്ള യാഗങ്ങൾ. ദൈവം ആർക്കും കടക്കാരനെ അല്ല. മത്തായി സുവിശേഷത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ 14-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: പിന്നെ പുരുഷാരം പുല്ലിന്മേൽ ഇരിപ്പാൻ കൽപ്പിച്ചോ, ആ 5 അപ്പവും 2 മീനും എടുത്തോ, സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കൽ, ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തോ. എല്ലാവരും തിന്ന് തൃപ്തരായി. ശേഷിച്ച കഷ്ണം 12 കൊട്ട നിറച്ചെടുത്തോ. തിന്നവരോ സ്ത്രീകളും പൈതങ്ങളെയും കൂടാതെ ഏകദേശം 5000 പുരുഷന്മാരായിരുന്നു. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞിരിക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരെ പോകുവാൻ അവരെ നിർബന്ധിച്ചു. ഇവിടെ എന്താണ്? 5000 പുരുഷന്മാർ, അതോടൊപ്പം സ്ത്രീകൾ അതിനേക്കാളും കൂടുതലുണ്ടായിരുന്നു. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം. നിങ്ങളെപ്പോലെ ഉച്ചയ്ക്ക് 12 മണി വരെ അല്ല. യേശുവിൻ്റെ പ്രസംഗം, നിങ്ങൾ ഷാജി ഷാലോമിൻ്റെ പ്രസംഗം കേട്ട് സുഖമായിട്ട് കിടന്നു ഉറങ്ങുന്നു എങ്കിൽ പ്രൈസ് ഗോഡ്, യേശുവിൻ്റെ പ്രസംഗത്തിൽ ആർക്കും ഉറക്കമൊന്നും വരത്തേയില്ല. ഓരോ വാക്കുകളും ശക്തിയുള്ളതാണ്, ഓരോ വാക്കുകളും ലാവണ്യമുള്ളതാണ്. അത് ഓരോ ഹൃദയത്തിനകത്ത് തുളച്ച് കയറി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ്. വൈകിട്ടായപ്പോൾ 6 മണിയായപ്പോൾ ആർക്കും വാച്ച് നോക്കാൻ പോലും തോന്നിയില്ല. ആരും സമയം നോക്കിയില്ല. സമയം രാത്രിയായിപ്പോയി, ഇരുട്ടായിപ്പോയി. ഉടനടി ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ പ്രസംഗം നിർത്ത്, ഇവർക്ക് വീട്ടിൽ പോകണ്ടയോ? ഇവർക്ക് യേശു തിരിച്ചു പറഞ്ഞു, ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുന്നു. കർത്താവ് എവിടെ ഹോട്ടലിരിക്കുന്നു? ഏത് ഹോട്ടലിൽ പോയാൽ ഇവർക്ക് ഇത്രയും പേർക്ക് അപ്പമെല്ലാം മേടിക്കാൻ കിട്ടും. ഭക്ഷണം ഒന്നും നടക്കത്തില്ല. ഇനി ഏത് കേറ്ററിങ്ങിനെ വിളിച്ചാൽ പെട്ടെന്ന് ചെയ്ത് ഒരിക്കലും നടക്കത്തില്ല കർത്താവേ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഒരു കൊച്ചുമോൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. അവന് കൊടുക്കാൻ മനസ്സുള്ളവനായിരുന്നു. സ്വത്രം. അവനറിയാം പപ്പായുടെ കയ്യിൽ കൊടുത്താൽ വർദ്ധിച്ചു വരിക തന്നെ ചെയ്യാം, കൊടുക്കലും തീരത്തില്ല. ഞാൻ ഈ 5 അപ്പവും 2 മീനും കഴിച്ച് ഞാനിവിടെ നിന്ന് നിരാശയോടെ പോകുന്നതിനേക്കാൾ അപ്പായുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അപ്പ ഇത് വർദ്ധിപ്പിച്ച് തരുമെന്നറിയാം. കൊച്ചുകുട്ടിക്ക് നല്ല വിശ്വാസമുണ്ടായിരുന്നു, അവന് ഉറപ്പുണ്ടായിരുന്നു. അതിന് പ്രകാരം തന്നെ യേശു കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു. കർത്താവ് വാഴ്ത്തിയിട്ട് പറഞ്ഞു, എല്ലാത്തിനും പന്തിയായിട്ട് ഇരുത്താൻ പറഞ്ഞു. നിങ്ങളെല്ലാം കറക്റ്റായിട്ട് ഇരുത്തി. ചിലർ ചോദിച്ചു, അങ്ങനെ തന്നെ വരിയായി ഇരുന്നാലേ ഭക്ഷണം തരത്തുള്ളൂ? യേശുവിന് നിർബന്ധമാണ്. നിനക്ക് വചനം തരണമെങ്കിൽ, രോഗശാന്തി തരണമെങ്കിൽ എങ്ങനെയെങ്കിലും കലാപിലാന്ന് പറഞ്ഞിരുന്നാൽ പറ്റത്തേയില്ല. നീ വരി തെറ്റാതെ തന്നെ കൃത്യമായിട്ട് തന്നെ ഇരിക്കണം എന്നുള്ളത് സ്വതന്ത്രം നിർബന്ധമായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് അറിയാം. അങ്ങനെ ഇരുത്തിയിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, വിളമ്പാൻ പറഞ്ഞു. സ്വത്രം 12 പേര്. ഹല്ലേലൂയ. നിങ്ങൾ ഇത്രയും പേര് ആകപ്പാടാ 4, 3, 7 പേരിരിക്കുന്ന നിങ്ങൾക്ക് വിളമ്പുകാർ എത്ര പേരെന്നറിയാമോ? ഇവിടെ എന്തെന്നറിയാമോ? എങ്കിലും ഇവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയും, ഞങ്ങൾക്ക് ആള് വേണം, ആള് കുറവാണ്. പക്ഷേ 5000 പുരുഷന്മാരും 10-15,000 സ്ത്രീകളും അടങ്ങുന്ന 10-20,000 പേര് കടന്നു വരുന്ന വലിയ കൂട്ടത്തിന് 12 പേര് ഒറ്റയ്ക്ക് വിളമ്പാൻ തീരുമാനിച്ചു. ഒറ്റയ്ക്ക് വിളമ്പിയപ്പോൾ അവരുടെ നട്ടെല്ലാം വളഞ്ഞു. സ്വത്രം. അവർ ക്ഷീണിച്ചു, അവർ വീർത്ത് വിളിച്ചു, അയ്യോ, ശുശ്രൂഷ ഇത്രയും ബുദ്ധിമുട്ടുള്ളതാണോ? ദൈവവേല ഇത്രയും കഠിനതയുള്ളതാണോ? ഞങ്ങൾ വിചാരിച്ചു ദൈവവേല എളുപ്പ പരിപാടി എന്നാണ് വിചാരിച്ചത്. ഇല്ല, അവർ പെറുപെറുക്കാതെ യേശു കർത്താവ് കൽപ്പിച്ചതുപോലെ വക്കോളം നിറയ്ക്കാൻ മനസ്സുള്ള ശുശ്രൂഷകന്മാരായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ അവരെ ഏൽപ്പിച്ച ജോലി എത്ര ത്യാഗം അനുഭവിച്ചിട്ടാണെങ്കിൽ എൻ്റെ ഈ എനർജി യേശുവിനാണ് കൊടുക്കാനുള്ളത്. എൻ്റെ സ്ഥാപനത്തിൽ, എൻ്റെ ഫാക്ടറിയിലല്ല കൊടുക്കേണ്ടത്, എൻ്റെ കൃഷി സ്ഥലത്തിലല്ല. എനിക്കുള്ള ആരോഗ്യം യേശു അപ്പായുടെ സന്നിധിയിലാണ് കൊടുക്കേണ്ടത്. അവർ മാക്സിമം നന്നായിട്ട് വർക്ക് ചെയ്ത് എല്ലാവരും കഴിച്ച് തൃപ്തിയോടെ കടന്നുപോയി. അവസാനം നോക്കിയപ്പോൾ 12 കൊട്ട ഇതാ അടുക്കി വെച്ചിരുന്നു. യേശുവിനോട് ചോദിച്ചു, കർത്താവേ 12 കൊട്ട ബാക്കിയിരിക്കുന്നത് എന്ത് ചെയ്യട്ടെ? അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് വിളമ്പിയതല്ലയോ, വാങ്ങുന്നതിനേക്കാളും കൊടുക്കുന്നതല്ലെന്ന് പറഞ്ഞ് അറിയാമല്ലോ. ഞാൻ ആർക്കും കടക്കാരനല്ല. നീ ചെയ്ത ജോലിയുടെ പ്രതിഫലമാണ്. ഒരുത്തൻ 1 കുട്ട എടുക്ക്, രണ്ടാമത്തവൻ അടുത്ത എടുക്ക്, മൂന്നാമത്തെ
നാമത്തിന് അടുത്തെടുക്ക്, നിങ്ങൾ ആ വെള്ളം കഴിക്ക്, ഇത് നിങ്ങൾക്കുള്ളതാണ്. എവിടെയൊക്കെ കർത്താവിന്റെ വേല അവർ ചെയ്തുവോ അവർക്ക് വേണ്ടിയിട്ട് ദൈവം കരുതിയിരുന്നു, അത് വിളമ്പി തീർത്തില്ല. ആമേ 12 കുട്ട അവർക്ക് ശേഷിച്ചത് 12 പേരുടെ കഠിനാധ്വാനത്തിന് ഫലം കൊടുത്തുവെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ കൊടുക്കുന്നുവെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ കൈ നീട്ടുന്നുവെങ്കിൽ, ഷാജി ശാലോ മറന്നുപോയി കഴിഞ്ഞാൽ, നിന്റെ അടുത്തിരിക്കുന്ന വ്യക്തി മറന്നാലോ, നിന്നിൽ നിന്ന് സ്വത്ര കാഴ്ച മേടിക്കുന്ന വ്യക്തി നിന്നെ ശ്രദ്ധിച്ചില്ല എങ്കിൽ സ്വർഗം നിന്നെ മറക്കത്തില്ല. നിനക്ക് വേണ്ടി ഒരു കൂട്ടവൻ കരുതിയിരിക്കും. വിശ്വസിക്കുന്നവർ കൈയടിച്ചു പറ, എന്റെ ഓഫറിങ്ങിന് പ്രതിഫലം നൽകുന്ന ഒരു ദൈവമുണ്ട്, എന്റെ വർക്കിന് പ്രതിഫലം നൽകുന്ന ഒരു ദൈവമുണ്ട്. എന്നെ വെറും കൈയായി വിടാതെ എന്നെ കൈ